നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. ഭാര്യയുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച നിരവധി ചരിത്ര സ്മാരകങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഭർത്താവിൻ്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച ഒരു സ്നേഹ സ്മാരകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതാണ് റാണി കി വാവ് എന്ന പടവ് കിണറാണ് ഇത്. ഗുജറാത്തിലെ പത്താൻ ജില്ലയിൽ സരസ്വതി നദിയുടെ തീരത്തായാണ് ഈ ചരിത്ര സ്മാരകം കാണാൻ സാധിക്കുക. 11ാം നൂറ്റാണ്ടിൽ ഗുജറാത്തിലെ സോളങ്കി രാജവംശത്തിൻ്റെ സ്ഥാപകനായിരുന്ന ഭീംദേവ് ഒന്നാമൻ്റെ ഓർമ്മയ്ക്കായാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉദയമതി റാണി ഈ സ്മാരകം നിർമ്മിച്ചത്. 1068 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. ചാലൂക്യ രാജാവായിരുന്ന ഭീംദേവ് ഒന്നാമൻ്റെ സ്മരണയ്ക്കായി രാജ്ഞി ഉദയമതി നിർമ്മിച്ച ഈ പൈതൃക കേന്ദ്രം 2014 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. മരു ഗുർജാര വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ഇതിന് 7 നിലകളാണ് ഉള്ളത്. സോളങ്കി രാജവംശത്തിലെ റാണി ഉദയമതി 11ാം നൂറ്റാണ്ടിൽ മരിച്ച തൻ്റെ ഭർത്താവ് രാജ ഭീംദേവിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ വാവ് അഥവാ പടവ് കിണർ നിർമ്മിക്കുന്നത്. സരസ്വതി നദിയുടെ ഗതി മാറിയതോടെ ഈ കൂറ്റൻ കിണർ മണ്ണിനടിയിലായി. 80കളുടെ അവസാനത്തിൽ മാത്രമാണ് ചരിത്രശേഷിപ്പ് ഗവേഷകർ കണ്ടെടുത്തത്. നൂറ്റാണ്ടുകളായി നദിയുടെ ഗതി ഈ കിണറിൻ്റെ ഘടനയിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഡോക്ടർ നാരായൺ വ്യാസ് എന്ന പുരാവസ്തു ഗവേഷകന്റെ നേതൃത്വത്തിൽ 1958 ഇത് ഉത്ഖനനം ആരംഭിച്ചു. തുടർന്ന് നിലകളും പുനഃസ്ഥാപിക്കാൻ ഏകദേശം 30 വർഷമെടുത്തു. ഏകദേശം 64 മീറ്റർ നീളവും 20 മീറ്റർ വീതിയും 27 മീറ്റർ ആഴവുമുള്ള ഈ കിണർ ഭൂഗർഭ ക്ഷേത്ര മാതൃകയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വശങ്ങളിൽ വിശ്രമ സങ്കേതങ്ങളും നൃത്തമണ്ഡപങ്ങളുമൊക്കെയുള്ള 7 നില മാളികയാണ് ഇത്. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരമാണ് ഈ കിണറിൻ്റെ പ്രമേയം. ശിവപാർവതി, ബ്രഹ്മാവ്, ഇന്ദ്രൻ, കുബേരൻ, ഹനുമാൻ എന്നിങ്ങനെ 10 അവതാര ശില്പങ്ങളും ഇവിടെയുണ്ട്. ബോണഗോട്ടുന്നു ഭാഗത്ത് ദിവ്യ അപ്സരസുകളുടെയും ഡ്രാഗൺ കന്യകമാരുടെയും ശില്പങ്ങളുണ്ട്. സോളങ്കി രാജവംശമാണ് മണൽക്കല്ലുകൊണ്ട് ക്ഷേത്രം പണിതത്. ഖജുരാഹോ ക്ഷേത്രവും സോളങ്കി രാജവംശത്തിൻ്റെ നിർമ്മിതികളിൽ ഒന്നാണ്. പുതിയ 100 രൂപ നോട്ടിൽ റാണി കി വാവിൻ്റെ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. റാണി കി വാവിൽ 500 വലിയ ശില്പങ്ങളും 1000-ഓളം ചെറു ശില്പങ്ങളുമാണ് ഉള്ളത്. ജലസംഭരണിയോട് ചേർന്ന് ശേഷശായി വിഷ്ണുവിൻ്റെ അനന്യമായ ശില്പം കാണാം. 1000 ഫണങ്ങളുള്ള ആദിശേഷൻ്റെ മടിയിൽ മഹാവിഷ്ണു ശയിക്കുന്നു. വൈഷ്ണവാവതാരങ്ങൾ തന്നെയാണ് റാണി കി വാവിലെ ശില്പ പരമ്പരയുടെ പ്രധാന പ്രതിപാദ്യം. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഏറ്റവും താഴത്തെ പടിയിൽ നിന്ന് പത്താനടുത്തുള്ള സിദ്ധപ്പൂരിലേക്ക് തുറക്കുന്ന ഒരു തുരങ്കമുണ്ട്. യുദ്ധസമയങ്ങളിലും മറ്റും രക്ഷപ്പെടാൻ ഉപയോഗിച്ചിരുന്ന ഈ തുരങ്കത്തിന് 10 കിലോമീറ്ററിലധികം നീളമുണ്ട്. 2001 ശേഷം ചരിത്ര സ്മാരകത്തിൻ്റെ സുരക്ഷ പരിഗണിച്ച് ചില ഭാഗങ്ങൾ സന്ദർശിക്കാൻ അനുമതിയില്ല. ഏറ്റവും മനോഹരമായ പടിക്കിണറുകളിലൊന്നായ ഇത് 2016 ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള ചരിത്ര സ്മാരകമായി ആദരിക്കപ്പെട്ടിരുന്നു. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് സന്ദർശന സമയം. വർഷത്തിൽ കൂടുതൽ സമയത്തും ജലക്ഷാമവും കടുത്ത ചൂടും അനുഭവപ്പെടുന്ന ഇവിടെ ജലസംരക്ഷണത്തിനു മാത്രം നിർമ്മിച്ച കിണർ എന്നിതിനെ വിളിക്കാൻ സാധിക്കില്ല. പ്രകൃതി ദുരന്തങ്ങളെയും യുദ്ധങ്ങളെയും ഒക്കെ അതിജീവിച്ച് ഇപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ് ഈ പടുകൂറ്റൻ കിണർ. കൂടുതൽ ചരിത്ര കഥകളുമായി വീണ്ടും വരാം. ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ.